ഇന്നലെ അമ്മയ്ക്ക് ചെറിയതായിട്ടൊരു കാലുവേദനയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് സുഖമാകുമ്പോൾ അടുക്കളയിൽ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്യും. പിന്നെ ഏട്ടൻ വരുന്നത് നമ്മൾ വെയിറ്റ് ചെയ്തു. അതുകൊണ്ട് വൈകുന്നേരം ആയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ വൈകുന്നേരമായിരുന്നു അമ്മയും ഏട്ടനായിരുന്നു ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ നേരെ ഏച്ചിൻ്റെ അടുത്തേക്ക് പോയിരുന്നു. പിന്നെ അത് കഴിഞ്ഞ് അവർ കാണിച്ചതിന് ശേഷം ഏച്ചിൻ്റെ വീട്ടിലേക്ക് വന്നു കേട്ടോ. നമ്മൾ അവിടെ പോയി കഴിഞ്ഞാൽ എന്തെങ്കിലും ശിലമുൾക്ക് ഏച്ചി ഉണ്ടാക്കി കൊടുക്കും. അങ്ങനെ ദോശയും ചട്നിയായിരുന്നു ഉണ്ടായിരുന്നത്. വൈകുന്നേരം ആണ് നമ്മൾ അവിടെ എത്തിയത് തന്നെ. പിന്നെ അതൊക്കെ കഴിച്ച് പിന്നെ രാവിലെയൊക്കെ മഴയായിരുന്നു. അതുകൊണ്ട് എനിക്ക് നടക്കാനൊന്നും പറ്റിയില്ല. അപ്പോൾ വൈകുന്നേരം ആയപ്പം ഒരു എക്സസൈസ് വേണമല്ലോ. നടന്നുകൊണ്ടിരിക്കും. ഇപ്പം മഴയായിക്കൊണ്ട് നടക്കലൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇവിടെയൊക്കെ ഭയങ്കര പട്ടിശല്യം കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ. ടൗൺ ഏരിയ ആണെന്ന് ബട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് നടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഉള്ളത്. ഇനി മഴയൊക്കെ പോയാലും നടക്കാൻ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു എക്സസൈസ് ആവട്ടെ, ചേച്ചിൻ്റെ വീട്ടിൽ നിന്ന് കുറേ ഷട്ടിൽ ബാറ്റ് കളിച്ചു. ഞാൻ 10th പഠിക്കുമ്പോഴേക്കാണ് ഷട്ടിൽ ബാറ്റ് നമ്മൾ സ്കൂളിൽ നിന്ന് കളിച്ചത്. ഇപ്പോൾ എനിക്ക് ആ ഒരു ഇതൊന്നുമില്ല. എന്നാലും കളിച്ച് വന്നപ്പോൾ സെറ്റായി കേട്ടോ. പിന്നെ നമ്മൾ താഴെ വന്നു. പിന്നെ വന്നപ്പോഴാണ് നമ്മുടെ വൈശാലി ചേച്ചി സന്തോഷേട്ടനും മോളൊക്കെ നമ്മുടെ വീഡിയോ കോൾ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയമ്മനും മമ്മീനെ വിളിക്കാം കേട്ടോ. പിന്നെ കുറേ സമയം വീഡിയോ കോളും കാര്യങ്ങളൊക്കെ ചേച്ചിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അറിയത്തേ ഇല്ല കേട്ടോ. ഒരു കാര്യം പറയാൻ മറന്നേ, നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ് കേട്ടോ. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും സ്പെഷ്യൽ താങ്ക്സ്. അതുപോലെ തന്നെ ഇന്ന് വായനാ ദിനമാണ്. എല്ലാവർക്കും ആശംസകൾ.